വജ്രപൂർ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ശ്രീകൃഷ്ണ, ചാമുണ്ടേശ്വരി എന്ന ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ചിരുന്നു. ശ്രീകൃഷ്ണയുടെ ആദ്യ ഭാര്യയുടെ പേര് കനക മഹാലക്ഷ്മി എന്നായിരുന്നു. അവർ മരിച്ച ശേഷമാണ് ചാമുണ്ടേശ്വരിയെ വിവാഹം കഴിച്ചത്. ആദ്യ ഭാര്യയിൽ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു. ചാമുണ്ടേശ്വരി ലക്ഷ്മിയെ കാര്യമായി ശ്രദ്ധിക്കാറില്ലായിരുന്നു. കീറിയ ഉടുപ്പും കേടായ ഭക്ഷണവും ഒക്കെയാണ് അവൾക്ക് കൊടുത്തിരുന്നത്. കുട്ടിയെ റൂമിന് പുറത്താണ് ചാമുണ്ടേശ്വരി കിടത്തിയിരുന്നത്. ഒരു മഞ്ഞുകാലത്ത് ലക്ഷ്മി പുറത്തു കിടന്നുറങ്ങുകയായിരുന്നു. അമ്മേ, തണുക്കുന്നു, തണുക്കുന്നു. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവൾ വാതിലിൽ കൊട്ടുന്നു. അമ്മേ, വാതിൽ തുറക്കമ്മേ, തണുക്കുന്നു. അമ്മേ, ഇന്നൊരു ദിവസം ഞാൻ അകത്തുറങ്ങിക്കോട്ടെ അമ്മേ. ഇങ്ങനെ കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. കരച്ചിൽ കേട്ട് ഉറക്കം തെളിഞ്ഞ അച്ഛൻ ഇങ്ങനെ പറയുന്നു. ഈശ്വര, എന്റെ മകൾ പുറത്ത് തണുപ്പ് കാരണം ബുദ്ധിമുട്ടുകയാണ്. ഒന്ന് വാതിൽ തുറക്ക്. മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങളും പുറത്തു പോയി കിടന്നോ. ഏതു ജന്മത്തിലെ പാപം കാരണമാണാവോ എനിക്ക് ഈ അവസ്ഥ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വിഷമിച്ചു കിടക്കുന്നു. പാവം ലക്ഷ്മി തണുപ്പ് കാരണം വിറച്ചുകൊണ്ട് പുറത്തിരിക്കുന്നു. അടുത്ത ദിവസം അതിരാവിലെ ചാമുണ്ടേശ്വരി റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവൾ നിലത്തു കിടന്നുറങ്ങുകയായിരുന്നു. ഇത് കണ്ട ചാമുണ്ടേശ്വരിക്ക് ദേഷ്യം വരുന്നു. അവൾ ഒരു വലിയ വടിയെടുത്തു. എടി ലക്ഷ്മി, നീ ഇപ്പോഴും കിടന്നുറങ്ങുവാണോ? എഴുന്നേക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് വടി കൊണ്ട് അവളെ അടിക്കാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് വല്ലാത്ത ക്ഷീണമാണ്, പനിയുണ്ടെന്ന് തോന്നുന്നു. മിണ്ടാതെ എഴുന്നേറ്റ് ജോലി ചെയ്യ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ വലിച്ചെഴുന്നേൽപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നു. അവൾ ജോലി ചെയ്യുന്നു. അങ്ങനെ കുറച്ചു ദിവസം കടന്നുപോയി. ലക്ഷ്മി തന്റെ രണ്ടാനമ്മയോട് ഇങ്ങനെ പറയുന്നു. അമ്മേ, എൻ്റെ ഉടുപ്പെല്ലാം കീറിയതാണ്. ഞാൻ പെണ്ണല്ലേ, പുറത്തുള്ളവരൊക്കെ എന്നെ തുറിച്ചു നോക്കുന്നു. ഓ, നിനക്കിതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമായോ? വലിയ പെണ്ണായല്ലോ, പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താം. ഇതെല്ലാം കേട്ട അച്ഛൻ ഇങ്ങനെ പറയുന്നു. എടി, അവൾക്ക് 15 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. അവളുടെ കല്യാണകാര്യമാണോ നീ ഈ പറയുന്നത്? നിങ്ങൾ വാ അടച്ചിരുന്നാ മതി. ഇവളെന്നായാലും പോകേണ്ടവളാണ്. ഇവളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടുന്നതാണ് നല്ലത്. ഇത് കേട്ട അവൾ കരഞ്ഞുകൊണ്ട് ഒരു മൂലയിൽ പോയിരിക്കുന്നു. അമ്മേ, ദയവായി തിരിച്ചു വരൂ. എൻ്റെ കഷ്ടപ്പാട് പറയാൻ ഇവിടെ ആരുമില്ല. എനിക്ക് വേണ്ടി ദയവായി വാ അമ്മേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ കരയുന്നു. അപ്പോൾ അവിടെ അച്ഛൻ വരുന്നു. എന്റെ പൊന്നു മോളെ, നീ വിഷമിക്കരുത്. ദൈവം നിന്നെ കൈവിടില്ല. ദൈവം അങ്ങനെ ഒരു ദിവസം എനിക്ക് എന്ന് തരും, എന്ന് തരും? അങ്ങനെ പറഞ്ഞ് അവൾ വിഷമിച്ചിരിക്കുന്നു. ആ ദിവസം കടന്നുപോകുന്നു. അടുത്ത ദിവസം രാവിലെ രണ്ടാനമ്മ മകൾക്ക് നല്ല ഭക്ഷണവും പുതിയ ഡ്രസ്സും കൊടുക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ലക്ഷ്മി ഇങ്ങനെ മനസ്സിലോർക്കുന്നു. എന്റെ അമ്മ എന്താ ഇന്ന് ഇത്രയും സ്നേഹം കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ പൊട്ടിപ്പെണ്ണേ നീ ഇങ്ങനെ നോക്കുന്നത്? ഇന്ന് നിന്നെ കാണാൻ ഒരു ചെറുക്കൻ വരുന്നുണ്ട്. ഇത് കേട്ട ലക്ഷ്മി പേടിച്ചു പോകുന്നു. അമ്മേ, എനിക്ക് കല്യാണം വേണ്ട. എനിക്കിപ്പോ കല്യാണം വേണ്ട. നീ വാ തുറക്കണ്ട, ഞാൻ പറയുന്നതങ്ങ് അനുസരിച്ചാ മതി, ഇല്ലെങ്കിൽ നല്ല അടി വെച്ചു തരും ഞാൻ. ഇങ്ങനെ പറഞ്ഞ് അവളെ പേടിപ്പിക്കുന്നു. കുട്ടിയാണെങ്കിൽ ഇത് കേട്ട് പേടിച്ചു പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു പ്രായമുള്ള മനുഷ്യൻ വീട്ടിലേക്ക് വരുന്നു. കുട്ടിയെ കാണിച്ചുകൊണ്ട് രണ്ടാനമ്മ അയാളോട് ഇങ്ങനെ പറയുന്നു. നോക്ക്, താങ്കളുടെ ഭാര്യയാവാൻ പോകുന്നവളെ കണ്ടോ? എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. നല്ല ഒരു മുഹൂർത്തം നോക്കി കല്യാണം കഴിക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കാശും തരാം. അങ്ങനെ കുറെ നേരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മി വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. ആ പ്രായമുള്ള മനുഷ്യൻ കുറച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ചാമുണ്ടേശ്വരി ലക്ഷ്മിയോട് ഇങ്ങനെ പറയുന്നു. നീ വളരെ ഭാഗ്യവതിയാണ്. അയാൾ ഇങ്ങോട്ട് പൈസ തന്ന് നിന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചേക്കുക. അമ്മേ, എനിക്ക് ഈ കല്യാണം വേണ്ട. ഈ പ്രായമുള്ള ആളെയൊക്കെ എങ്ങനെയാ ഞാൻ കല്യാണം കഴിക്കുക? ഞാൻ സമ്മതിക്കില്ല. ഞാൻ അമ്മയുടെ മോളായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചപ്പോൾ ദേഷ്യം വന്ന രണ്ടാനമ്മ ഇങ്ങനെ പറയുന്നു. നീ എന്നോട് തറുതല പറയുന്നോ? ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ അവിടെ വന്ന് അവളെ തടയുന്നു.
ഈശ്വര, എന്തിനാണ് ഇവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവളെ വെറുതെ വിട്. അങ്ങനെ പറഞ്ഞ് മകളെ രണ്ടാനമ്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഇവളുടെ കല്യാണമാണ്. മിണ്ടാതെ പോയി ഇവൾക്ക് വേണ്ട താലി വാങ്ങി വാ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് അച്ഛനോട് ഇങ്ങനെ പറയുന്നു: അച്ഛാ, ഒരു പ്രായമുള്ള മനുഷ്യനെ കൊണ്ട് എന്നെ കെട്ടിക്കുവാണോ? ഇങ്ങനെ പറഞ്ഞ് അവൾ കരയുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. എനിക്ക് ഈ കല്യാണം വേണ്ട അച്ഛാ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തൂ. അങ്ങനെ പറഞ്ഞ് അവൾ വാശി പിടിക്കുന്നു. പക്ഷെ രണ്ടാനമ്മ സമ്മതിക്കാത്തത് കൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇത് കണ്ട രണ്ടാനമ്മ ഇങ്ങനെ പറയുന്നു: എങ്ങോട്ടാണ് നീ ഓടുന്നത്? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയ വടിയും കൊണ്ട് അവളുടെ പുറകെ ഓടുന്നു. അങ്ങനെ ഓടുമ്പോൾ രണ്ടാനമ്മ ഒരു കല്ലിൽ തട്ടി വീഴുന്നു. അപ്പോൾ അച്ഛൻ ലക്ഷ്മിയെയും കൊണ്ട് ഒരു ബസ്സിൽ കയറുന്നു. അച്ഛാ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ? എന്റെ പൊന്നു മോളെ, അവൾ നിന്നെ എത്രമാത്രം ഉപദ്രവിച്ചിരിക്കുന്നു. എന്നാലും നീ അവളെക്കുറിച്ചാണല്ലോ ഓർക്കുന്നത്. അവൾക്ക് കുഴപ്പമൊന്നും പറ്റിക്കാണില്ല. നമ്മൾ എങ്ങോട്ടാണ് അച്ഛാ പോകുന്നത്? നമ്മൾ ഈ ഗ്രാമം വിട്ട് പോവുകയാണ് മോളെ. പക്ഷേ അമ്മയെ ഒറ്റക്കാക്കിയിട്ട് എൻ്റെ കൂടെ വരുന്നത് വലിയ തെറ്റായിരിക്കും അച്ഛാ. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഞാൻ വീട്ടുജോലി ചെയ്ത് ജീവിച്ചോളാം. അമ്മയെ ഒറ്റയ്ക്കാക്കി എൻ്റെ കൂടെ വന്നാൽ ആളുകൾക്കിടയിലുള്ള അച്ഛൻ്റെ നല്ല പേര് പോകും. അത് വേണ്ട. പൊട്ടിപ്പെണ്ണ്, നിന്നെ ദിവസവും നിന്റെ രണ്ടാനമ്മ ഉപദ്രവിച്ചിരുന്നപ്പോൾ ഈ നാട്ടുകാർ നിന്റെ സഹായത്തിന് വന്നോ? പ്രായമുള്ള ഒരാളെ കെട്ടാൻ പോകുവാണെന്നറിഞ്ഞപ്പോൾ അവർ അത് എതിർത്തോ? അതുകൊണ്ട് നീ ആളുകൾ എന്തു പറയുമെന്നോർത്ത് പേടിക്കണ്ട. അതൊക്കെ മറന്നേക്ക്. അച്ഛൻ ഇങ്ങനെ പറയുന്നു. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അവർ രണ്ടുപേരും വേറെ ഒരു ഗ്രാമത്തിലെത്തി അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. അവർ അവരുടെ കഠിനാധ്വാനം കൊണ്ട് ഒരു വലിയ വീടുണ്ടാക്കുന്നു. ഒരു ദിവസം ലക്ഷ്മി അച്ഛനോട് ഇങ്ങനെ പറയുന്നു: അച്ഛാ, നമ്മൾക്കിപ്പോൾ കുറച്ച് കാശ് സേവിങ്സ് ആയില്ലേ? നമുക്കത് വെച്ചൊരു ബിസിനസ് ചെയ്യാം. ഇവിടെ ഭക്ഷണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം. അങ്ങനെ നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം. അവൾ പറഞ്ഞ കാര്യം അച്ഛൻ സമ്മതിക്കുന്നു. അവർ പ്ലാൻ ചെയ്തതുപോലെ ഒരു ഹോട്ടൽ ആരംഭിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഹോട്ടൽ വളരെ ഫേമസ് ആകുന്നു. അവർ ആ ഗ്രാമത്തിലെ വലിയ പണക്കാരായി മാറുന്നു. കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. പെണ്ണു വലുതായപ്പോൾ അവൾക്ക് നല്ല നല്ല ആലോചനകൾ വരാൻ തുടങ്ങി. അച്ഛൻ അവളുടെ കല്യാണം രവീന്ദ്ര എന്നു പേരുള്ള ഒരാളുമായി നടത്തുന്നു. അച്ഛൻ രവീന്ദ്രനോട് ഇങ്ങനെ പറയുന്നു: നോക്കൂ മോനെ രവീന്ദ്ര, ചെറുപ്പത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട കുട്ടിയാണ്. ഇന്നു മുതൽ നീ അവളുടെ അച്ഛനും അമ്മയുമായിരിക്കണം. അച്ഛ, ഞങ്ങളുടെ വീട്ടിൽ പെൺകുട്ടിയില്ല. ഇവൾ ഞങ്ങളുടെ വീട്ടിലെ ലക്ഷ്മിയായിരിക്കും. ഇവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ രവീന്ദ്രൻ വാക്കുകൊടുക്കുന്നു. അത് കേട്ട അച്ഛൻ സന്തോഷിക്കുന്നു. മകളുടെ ജീവിതം സുരക്ഷിതമായതോർത്ത് അയാൾ സന്തോഷിക്കുന്നു. കരഞ്ഞുകൊണ്ട് ലക്ഷ്മി അച്ഛനോട് യാത്ര ചോദിക്കുന്നു. അച്ഛാ, ആരോഗ്യം നോക്കണേ, ഞാൻ പോയി വരാം. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവൾ രവീന്ദ്രന്റെ വീട്ടിലേക്ക് പോകുന്നു. അച്ഛനാണ് പിന്നെ ആ ഹോട്ടൽ നോക്കി നടത്തിയത്. തന്റെ രണ്ടാം ഭാര്യയെ ഉപേക്ഷിച്ച് ഈ ഗ്രാമത്തിലേക്ക് വന്നതും തന്റെ ഭാര്യയില്ലാതെ തന്നെ മകളെ വളർത്തിയതും അയാൾ ഓർക്കുന്നു. മകളെ ഉപദ്രവിക്കുന്ന രണ്ടാം ഭാര്യയെ ഉപേക്ഷിച്ചത് നന്നായി എന്ന് അയാൾ മനസ്സിലാക്കുന്നു. രവീന്ദ്രൻ ലക്ഷ്മിയെ പൊന്നുപോലെ നോക്കുന്നു. അങ്ങനെ അവൾ അവളുടെ പുതിയ ജീവിതം ആരംഭിക്കുന്നു.